ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വെറൈറ്റി ഫിഷിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചെന്ന മൈക്രോ പെല്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫിഷ് വെറൈറ്റിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്നേക്ക് ഹെഡഡ് ഫിഷ് വെറൈറ്റിയാണ് കേട്ടോ. മാത്രമല്ല വളരെ അഗ്രസീവ് ആയിട്ടുള്ളതും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളതും 20 കിലോ വരെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഫിഷിനെ നമുക്കൊന്ന് വീട്ടിൽ വളർത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫിഷിനെ വാങ്ങാൻ പോണതാണ് കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പെരിങ്ങോട്ടുകരയാണ്. ഫിഷ് ഫാം എന്ന് പറയുന്ന ഒരു ഷോപ്പൊന്നും പറയാൻ പറ്റില്ല, അവർ വീടിനോട് ചേർന്ന് തന്നെ കുറച്ചധികം സ്ഥലത്ത് മീൻ വളർത്തലും അതേപോലെ അക്വാട്ടിക് പ്ലാന്റ്സിന്റെ കുറെ കളക്ഷൻസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഫിഷ് ഫാം തൃശ്ശൂർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. നല്ല നല്ല വെറൈറ്റി ഫിഷിനെ വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ. അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തെ ഒരു പോർഷനാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കട്ടൊക്കെ വെച്ച് ഷീറ്റിട്ട് വെള്ളം നിർത്തിയിട്ടാണ് കൂടുതലും മീനുകളെ വളർത്തിയിട്ടുള്ളത്. കൂടാതെ ഇതേപോലെ ഫ്രിഡ്ജ് ബോക്സിലും മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിൽ തന്നെ അത്യാവശ്യം വെറൈറ്റി മീനുകളുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് തൊട്ടപ്പുറത്തെ സൈഡിലും വെറൈറ്റി മീനുകളൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ള മീനുള്ളത് കേട്ടോ. അതായത് ചെന്ന മൈക്രോ പെല്ലറ്റ്സിൻ്റെ കളക്ഷനുള്ളത് ഈ ഒരു ടാങ്കിലായിരുന്നു. ഇപ്പോൾ തൽക്കാലം നമ്മൾ 2 മീനിനെ വാങ്ങാമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് 1200 രൂപ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 2 മീനിനെ വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. ഈ ഒരു ടാങ്കിലുണ്ടായിരുന്ന മീനുകളൊക്കെ ഏകദേശം ഒരേ വലിപ്പം തന്നെയായിരുന്നു കേട്ടോ. വലിപ്പം കൂടുതലുണ്ടെങ്കിൽ അതിനെ നോക്കി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാതും ഏകദേശം ഒരേ സൈസ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാം ഒരേ വലിപ്പമാണ്, കാരണം ഒരാളെ തെരഞ്ഞു പിടിക്കാൻ പറ്റുന്നു. നമുക്ക് കൊണ്ടുവരാം. പിന്നെ അതെ എന്നെയും ചേട്ടനും പോലെ തന്നെ നന്ദൂന് നല്ല മീൻ പ്രാന്ത് ഉണ്ട് കേട്ടോ. എവിടെ മീനുണ്ട് അവിടെ നന്ദുണ്ട്, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതേ നല്ല ബ്ലൂ ഷെയ്ഡ് വരുന്ന ഗൗരാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 3-4 പെയറിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. ഒരു മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ ഇതില്. ഇതിനെ മഞ്ഞോട് വീശിട്ട് മറ്റേ അമ്മീനെടുത്തത് ഇവിടെ പിടിക്കും. നമുക്ക് കൊണ്ടുപോകണ്ട. പാട്ട് പാടി കൊടുക്കും. ഉറങ്ങുന്നോക്കിയ പാട്ട് പാടി ഉറക്കിയ ഇങ്ങനെ പിടിക്കും. തല കറങ്ങുന്നോണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ചെന്ന മൈക്രോ പെല്ലറ്റ്സിനെയും കുറച്ച് ഗൗരാമിനൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ തന്നെ നമ്മൾ മീനിടാനുള്ള ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു വാട്ടർ ടാങ്കാണ് കേട്ടോ അത്. പിന്നെ ദേ അവർക്ക് കഴിക്കാനായിട്ട് കുറേ പൊടിമീനുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ പുതിയ അതിഥികളെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ രണ്ടാളും നല്ല സേഫാണ്, ഉഷാറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ മീനിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ വളർച്ചയും ഫുഡ് കൊടുക്കുന്ന രീതിയും ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.